5-7 ബോക്സ് ആണ്. 6 hours ഉണ്ടെങ്കിൽ അവൾ 5 hours 59 minutes 59 seconds അവൾ വായ കൂടി വെക്കുകയില്ല. അത് ഞങ്ങളെ എല്ലാവരും പറയും. ഇവള് പോയി കഴിഞ്ഞാൽ അവളെ മുന്നിൽ ഇരുത്തിയിട്ട് തന്നെ പറയും, അനക്കൊന്ന് വായ പൊട്ടി ഇരുന്നുകൂടെ, അനക്ക് വായ കടയുന്നില്ല. ഞങ്ങൾ പലവട്ടം പറഞ്ഞു. പക്ഷെ ആ ഒരു കാര്യത്തിൽ മാത്രം നോ കോംപ്രമൈസ്. പക്ഷെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അത്ര നേരം സംസാരിച്ചാലും അവൾ ആരെയും കുറ്റം പറയില്ല. അത് ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. നരനേട്ടൻ്റെ പ്രപ്പോസൽ വന്ന സമയത്ത് നമ്മൾ ആദ്യം അവർ കാണാൻ വന്ന് അപ്പം തന്നെ ഓൾമോസ്റ്റ് എല്ലാം ഫിക്സ്ഡ് ആയിരുന്നു. അവർ തന്നെ സംസാരിച്ച് അവർ നല്ല സിങ്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ജസ്റ്റ് ഒരു കാണൽ എല്ലാവർക്കും ഗീവിംഗ് ആണ്, ഭയങ്കര ഗീവിംഗ് ആണ്. അവളുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും അത് ഷെയർ ചെയ്യാൻ ഒരു മടിയില്ലാത്ത ഒരു പേഴ്സണാണ്. പിന്നെ ആൾക്ക് എന്തുണ്ടെങ്കിലും അത് അതേപോലെ അവൾ എക്സ്പ്രസ് ചെയ്യും, ഒന്നും മറച്ചു വെക്കാറില്ല. ഇപ്പോൾ ദേഷ്യമാണെങ്കിലും സന്തോഷമാണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ചെയ്താലും അത് അതേപോലെ തന്നെ അവൾ തുറന്നു കാണിക്കും. ഹലോ, നൈസ് ടു മീറ്റ് യു. കൂട്ടത്തിലേക്ക് ചൈൽഡിഷ് ആയത് ചിരി മാത്രം, ഇന്നസെൻസിന്റെ വേറൊരു പിക്ചറാണ് നമ്മള്. ആദ്യമൊക്കെ ഫസ്റ്റ് ടൈം മീര കോളേജിൽ വരുന്ന സമയത്ത് മീരയ്ക്ക് എല്ലാം ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. ഒക്കെ പഠിച്ചു. ഭയങ്കര പാവമാണ്, പാട്ട് പാടും, ഡാൻസ് കളിക്കും, എല്ലാവരുടെയും പ്ലാനിങ്ങും എന്താ പറയാ അന്ന് തൊട്ട് തുടങ്ങി. മീര ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. എന്നും ഇത് തന്നെയാണ് പറയാനുള്ളത്. വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. ചെരുപ്പ് പൊക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് അവളുടെ എല്ലാ ഹാപ്പിനെസ് മൊമെന്റിലും അവൾക്ക് ഇഷ്ടമുള്ള എല്ലാവരും കൂടെ വേണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതേ എക്സൈറ്റ്മെന്റ് എല്ലാ കാര്യത്തിലും ഞങ്ങൾക്കുണ്ട്. അവളൊരു പ്യുവർ സോളാണ് ആക്ച്വലി. ഒരാളെയും അധികം വേദനിപ്പിക്കാത്ത ഒരാളാണ്. അപ്പോൾ അവൾക്ക് എല്ലാ ഹാപ്പി മൊമെന്റ്സിലും അവളെ സ്നേഹിക്കുന്ന എല്ലാവരും കൂടെ വേണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന കുട്ടിയാണ്. സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എല്ലാം. സാധാരണ ബ്രൈഡിനെ ഒക്കെ നമ്മളാണ് എല്ലാത്തിനും ഒന്ന് ആളെ സെറ്റാക്കി പുഷ് ചെയ്ത് നമ്മളെ റെഡിയാക്കി കൊണ്ടുവരാറ്. ഇത് നേരെ തിരിച്ച ബ്രൈഡാണ് നമ്മളെല്ലാം. നിങ്ങളെല്ലാം സെറ്റല്ലേ, നിങ്ങളുടെ ഡ്രസ്സ് സെറ്റല്ലേ, ഡാൻസ് സെറ്റല്ലേ, വിളിച്ച് ഭീഷണിപ്പെട്ടിയൊക്കെയാണ് വരുന്നത്. വന്നില്ലെങ്കിൽ ഇനി കൂട്ട് വെട്ടും. നോക്കിയോ
ഫാമിലി ഗേൾ ആണ് ആൾ. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു എന്താ പറയുക ഫാമിലിയോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റും കമ്മിറ്റ്മെൻറ്റും ആ ഒരു വേർഷൻ നമുക്ക് കാണാൻ ഇപ്പോൾ കുറവാണ്. ആൻഡ് ഷീ ഈസ് പെർഫെക്റ്റ്ലി എ ഫാമിലി ഗേൾ. എന്ത് കാര്യം ചെയ്യുമ്പം നമ്മൾ ഗണപതിനെ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലെങ്കിൽ ഗണപതിനെ പൂജിക്കാറുണ്ട്. അതുപോലെ തന്നെ ആദ്യം ഗണപതി പൂജ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വിവാഹ സങ്കല്പം എന്താ വെച്ചാൽ ദാമ്പത്യ ജീവിതം സുഖകരമായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിവാഹ ഹോമം കഴിക്കുന്നത്. മീരയുടെ കല്യാണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ അവർക്കാണെങ്കിൽ അത് അവളുടെ കല്യാണത്തിന് കുറേ ഡ്രീംസ് ഉണ്ടായിരുന്നു, എല്ലാം സാറ്റിസ്ഫൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്കും അതെ, മീരയുടെ കല്യാണം വരുമ്പോൾ ഇങ്ങനെ ചെയ്യണം, മീരയുടെ കല്യാണം വരുമ്പോൾ ഇങ്ങനെ ചെയ്യണം. ഞങ്ങൾ വെൽ പ്ലാൻഡ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. படபட எந்தன் கண்ணம்மா நீ தொட துடிக்குது எந்தன் நெஞ்சம்மா ஹே சிலுவென கொஞ்சம் செல்லம்மா நான் சட மழையென வந்தேன் கண்ணம்மா திருநாள் இதுவா இதயம் தரவா உரைத்தேன் மெதுவா கொஞ்சி வரவா படபட எந்தன் கண்ணம்மா சட மழையென வந்தேன் கண்ணம்மா. சிலுவென கொஞ்சம் செல்லம்மா